ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ UPI UAEയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയുമായി കൈകോർത്ത് കൂടുതൽ സജീവമാകുന്നു. ഇതോടെ ഇന്ത്യക്കാർക്ക് ബാങ്ക് കാർഡോ പണമോ കൊണ്ട് നടക്കാതെ പാസ്പോർട്ടും മൊബൈൽ ഫോണും മാത്രം ഉപയോഗിച്ച് ഇനി UAE യാത്ര ചെയ്യാനാകും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. UAEയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് പണം കൊണ്ടു നടക്കാതെ സുഗമമായി യാത്ര ചെയ്യാം എന്നതാണ് പുതിയ സംവിധാനം വഴി ലക്ഷ്യമിടുന്നത്. ഏറെ വൈകാതെ ഇത് പ്രാബല്യത്തിലാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ബാങ്ക് കാർഡോ പണമോ ഇല്ലാതെ പാസ്പോർട്ടും മൊബൈൽ ഫോണും മാത്രം ഉപയോഗിച്ച് UAEയിലേക്ക് യാത്ര ചെയ്യാനാകും. ദുബായിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. UAEയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയുമായി കൈകോർത്ത് കൂടുതൽ സജീവമാകുന്നതിന്റെ ഭാഗമായാണിതെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന NPCIയുടെ MDയും CEOയുമായ റിതേഷ് ശുക്ല പറഞ്ഞു. Like we clarified, these are technology integrations, and both parties have to be ready. So we are working very closely with the RTA here. And hopefully in next 3 to 4 months Indian tourists who are traveling from India will be able to pay through UPI when they use RTA powered taxis here in UAE. NPCIയുടെ രാജ്യാന്തര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് ദുബായിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ഒരു വർഷം UAEയിൽ നടത്തിയ പുതിയ പേയ്മെന്റ് സംവിധാനം വഴി എത്ര തട്ടിപ്പ് പരാതികൾ രജിസ്റ്റർ ചെയ്തു എന്ന ചോദ്യത്തോട് ഇതായിരുന്നു പ്രതികരണം. How many financial fraud cases reported in the UAE market? So there's a lot of effort that goes into educating the consumers, creating awareness. Then we as an organization use a lot of artificial intelligence to identify fraud trends, fraud patterns, and then we build lookalike models to score those transactions. These scores are, every transaction is risk scored, and that risk score is communicated to bank, and then basis that they approve or decline a transaction. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. 2024 55 ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ UAE സന്ദർശിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിനാൽ ഫലത്തിൽ ഇത് ഇന്ത്യക്കാർക്ക് ഭാവിയിൽ കൂടുതൽ ഗുണകരമാകുമെന്നും അധികൃതർ പറഞ്ഞു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jayhind TV. An Elvis Chamar TV show. Middle East This Week. Middle East beyond the headlines.